ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈപ്പ് ഫ്രോക്ക് അതുപോലെ ഈ ടൈപ്പ് ഫ്രോക്ക് ഒക്കെ ചെയ്യാൻ നമുക്ക് യോക്ക് പാട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതും പിന്നെ സ്ട്രൈറ്റ് ആയിട്ടുള്ളതും കോണായിട്ടുള്ളതൊക്കെ ചെയ്യാനുള്ളൊരു ഈസി ട്രിക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈപ്പ് കോർണറിൽ വരുന്ന ഒരു ഫ്രില്ലുണ്ടല്ലോ, ആ ഒരു ഫ്രില്ലാണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ യോക്ക് വെട്ടിയതിന് ശേഷം മെറ്റീരിയൽ വെച്ചിട്ട് ഒന്ന് ഫൂട്ടിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഓരോ ഫ്രിൽസായിട്ട് എടുത്തിട്ട് കോർണറിന് കോർണറിലേക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. മറ്റൊന്ന് നമ്മൾ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യണം, മറ്റു ഭാഗം പിൻ കുത്തണം. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഫ്രില്ലൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതുമേ വെച്ചടിക്കുക. അതിനേക്കാളൊക്കെ ഈസിയാണ് കേട്ടോ. നമുക്ക് ഒരൊറ്റ പണിയേ വരുന്നുള്ളൂ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഫ്രിൽസൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ കോർണർ ഭാഗം നെറ്റ് വെച്ചിട്ടൊന്ന് കൂട്ടി തയ്ക്കുക. ഇത് കോർണർ ഭാഗമാണ് കേട്ടോ. ഓൾറെഡി നമ്മൾ യോക്ക് പാട്ടിൻ്റെ സ്റ്റിച്ച് ഇപ്പോൾ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ നമ്മൾ ഷോൾഡർ വശം ആദ്യം സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് കൈക്കുഴി ഭാഗത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്രിൽസൊക്കെ. അപ്പോൾ നല്ല രീതിയിൽ ഒക്കെ നമുക്ക് അയൺ ചെയ്തെടുത്ത അതേ രീതിയിലാണ് നമുക്ക് ഈ ഒരു രീതിയിൽ ഫ്രില്ലിട്ട് എടുത്താൽ കിട്ടും. ഞാനൊക്കെ ആദ്യം ഫ്രില്ലിട്ട് അയൺ ചെയ്ത് അത് യോക്ക് പാട്ടിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുക അങ്ങനെയൊക്കെയാണ് ആദ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ ആദ്യം ഇട്ട് സ്റ്റിച്ച് ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് തുന്നി എടുത്ത് ഒഴിവാക്കുക. ആ ഒരു ത്രെഡ് നമുക്ക് മെല്ലെ പറിച്ച് ഒഴിവാക്കി കൊടുക്കുക കേട്ടോ. അത് റിമൂവ് ചെയ്യുക. അപ്പോൾ നല്ല ഭംഗി തന്നെ നമുക്ക് നമ്മളെ യോക്ക് പാട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞില്ല, എത്രയേ ഉള്ളൂ പണി. ഇനി അത് കട്ട് ചെയ്തിട്ട് എക്സ്ട്രാ പീസസ് ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഇതിപ്പോൾ നമ്മൾ ആദ്യം ചെയ്തിരുന്ന രീതിയിലാണെങ്കിൽ ആദ്യമൊന്നും ഫ്രിൽസ് ഇടുക, പിന്നെ യോക്കിൽ വെച്ചടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു സ്ഥിതി ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റായി നല്ല സുഖമായിട്ട് രണ്ട് വശം നമ്മൾ ഫ്രിൽസ് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. എത്ര സിമ്പിളായിട്ടാണെന്നറിയാം. ഇനിയിപ്പോൾ സാധാ യോക്ക് ഉണ്ടല്ലോ, കോർണറല്ലാത്ത വരാത്ത സാധാ യോക്ക്, അതിൽ നമ്മൾ വലിയ ഫ്രിൽസ് ഇട്ട് കൊടുക്കാറില്ലേ, അതും നമ്മൾ അതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഫസ്റ്റ് ചെയ്യുമ്പം ആ ഒരു ലൈനിങ് വശം ഒന്നും കണ്ട് ഉള്ളിലേക്ക് മടങ്ങിയൊക്കെ വരും, അത്രയേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങിയാൽ നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് സെൻറ്ററിൽ കൂടെ നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പിൻകുത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ഈസി ആയിട്ട് നമുക്ക് ഫ്രില്ലിട്ടെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ട് കൈ കൊണ്ട് നമ്മൾ ഫ്രിൽസ് പിടിക്കുന്നത് കറക്റ്റ് അളവിലായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതല്ലെങ്കിൽ പണി പാളിപ്പോവും. കറക്റ്റായിട്ട് പിടിച്ചിട്ട് വെച്ച് കൊടുക്കുക, എങ്കിൽ ഒരു ടെൻഷനില്ല, നമുക്ക് ഫ്രിൽസ് ഇടാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഫ്രിൽസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ലാസ്റ്റ് വരെ നമ്മൾ ആ ഒരു ഫ്രിൽസിനുള്ള മെറ്റീരിയൽ ഫ്രിൽസ് ഇട്ട് കൊണ്ടേയിരിക്കുക. അപ്പോൾ മുമ്പൊക്കെ ഞാൻ ചെയ്യുന്ന രീതി ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ടാസ്ക് ആയിരുന്നു കേട്ടോ ഫ്രിൽസ് ഇടുക എന്നുള്ളത്. ഇപ്പോൾ നോ പ്രോബ്ലം, നല്ല കറക്റ്റായിട്ട് നമുക്ക് നല്ല രീതിയിൽ സ്റ്റിച്ചിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 2-3 വർക്ക് നമുക്കതിൽ കുറഞ്ഞു കിട്ടി. അതാണ് ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ ഈസിയാക്കാൻ നോക്കുക എന്നുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലുള്ളൊരു കണ്ടുപിടുത്താട്ടോ ഇത്. ഇപ്പോൾ വീഡിയോ കുറച്ച് ക്ലിയർ കുറവുണ്ട്, അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഫ്രിൽസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് പതിച്ചടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ പതിച്ചടിക്കുന്ന സമയത്ത് ചില ഫ്രിൽസുകൾ മാറിക്കെടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. എല്ലാത്തിനൊന്നും ആ ഒരു പ്രശ്നം വരുന്നില്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഈ ചിലത് മാത്രം ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിക്കെടുക്കുന്നുണ്ടാവും. അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അത്രേ പണിയുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് 2 പണി എടുക്കാത്ത രീതിയിൽ ചെയ്യാനാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നന്നാക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്രിൽസ് നേരാക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ നല്ല ടാസ്ക്കാട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ നെക്കും കൂടെ പതിച്ചടിക്കുകയാണ്, അന്ന് റൗണ്ട് ചെയ്തിട്ടെടുക്കുക.
അപ്പോൾ ഇനി ഒരു ഫ്രിൽസിൻ്റെ യോക്ക് വന്നാൽ ഏത് ടൈപ്പാണെങ്കിലും നമുക്കത് കോർണറാണെങ്കിലും അതുപോലെ തന്നെ സ്ട്രൈറ്റ് ആണെങ്കിലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഫ്രിൽസ് ഇട്ടെടുക്കാനുള്ള ഈസി മെത്തേഡാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാലാണ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്നും ശരിക്കും കാണാതെ വന്നിട്ട് കമൻറ്റിലാണ് ചോദിക്കുകയാണ് അതെങ്ങനെയാണ് ചെയ്തത് ഇതെങ്ങനെയാണ് ചെയ്തത്. കമൻറ്റിലൂടെ കാര്യങ്ങൾ പറഞ്ഞു തരാനൊരു പരിധിയുണ്ട് നമുക്ക്. അപ്പോൾ ഏതായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ട് മനസ്സിലാക്കി എടുക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് എന്താ ചെയ്തതെന്ന് കറക്റ്റ് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ മുമ്പത്തെ വീഡിയോ പോലെയല്ല ഇപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസൊന്നും നല്ല ഡീറ്റെയിൽസ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്ത് അതിൻ്റെ ശേഷം നമുക്ക് ആ ഒരു ആദ്യം ഇട്ടുകൊടുത്ത സ്റ്റിച്ച് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് എക്സ്ട്രാ വരുന്ന നെറ്റിൻ്റെ പീസസൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കാൻ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബൈ.